ARDB അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ താഴെത്തട്ടിലുള്ള കർഷകർക്ക് ദീർഘകാല വായ്പാ സൗകര്യങ്ങൾ നൽകുന്നു. കർഷകരെ ശാക്തീകരിക്കുകയും കൃഷിക്കും ഗ്രാമവികസനത്തിനും മൂലധനം നൽകുകയും ചെയ്യുന്ന സംഘടനയാണിത്. ഇത് സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ARDBക്ക് നബാർഡാണ് റീഫിനാൻസ് ചെയ്യുന്നത്. ARDBകൾ 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏകദേശം 1.5 കോടി കർഷകരുടെ ജീവിതത്തിന് പ്രയോജനം ചെയ്യുന്നു. രാജ്യത്തുടനീളം സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത് തലങ്ങളിൽ ARDB ശാഖകളും യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷായുടെ മാർഗനിർദ്ദേശത്തിലും സഹകരണ മന്ത്രാലയം നിരവധി നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചു. ARDBയെ കമ്പ്യൂട്ടർവൽക്കരിച്ച് ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതി സഹകരണ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. ARDB ജലസേചനം, കാർഷിക മേഖലയിലെ കാർഷിക യന്ത്രങ്ങൾ, സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളുടെ നിർമ്മാണം, വികസനം, കാർഷികേതര മേഖലയിലെ ഗ്രാമീണ ഭവന നിർമ്മാണം എന്നിവയ്ക്ക് വായ്പ നൽകുന്നു. कोऑपरेटिव सेक्टर के इस आयाम ने किसान को आत्मनिर्भर करने की दिशा में बहुत बड़ा शुरुआत किया था. देश की खेती को, देश की कृषि को भाग्य के आधार से परिश्रम के आधार पर परिवर्तित करने का काम केवल और केवल एग्रीकल्चर और रूरल डेवलपमेंट बैंकों ने किया. സമയവും ആവശ്യവും കണക്കിലെടുത്ത് കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ അവയുടെ വ്യാപ്തി കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ബാങ്കിങ്ങിലൂടെ സാധാരണക്കാരന്റെ സാമ്പത്തിക ജീവിതം വളരെ എളുപ്പമായി. പക്ഷേ ഇപ്പോഴും ഭൂരിഭാഗം കാർഷിക ഗ്രാമവികസന ബാങ്കുകളും പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടില്ല. അതിനാൽ 13 സംസ്ഥാനങ്ങളിലെ കാർഷിക ഗ്രാമീണ വികസന ബാങ്കുകളുടെ ARDB 1851 ഓഫീസുകൾ ഭാരത സർക്കാർ കമ്പ്യൂട്ടർവൽക്കരിക്കും. രാജ്യത്തുടനീളമുള്ള പാക്സുകളുടെ കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ മാതൃകയിൽ ARDB കമ്പ്യൂട്ടർവൽക്കരിക്കും. ദീർഘകാല വായ്പാ സൗകര്യത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി ഒരു ERP അധിഷ്ഠിത സോഫ്റ്റ്വെയർ സൃഷ്ടിക്കും. കൂടാതെ എല്ലാ ARDBകൾക്കും കമ്പ്യൂട്ടറുകളും മൾട്ടി ഫംഗ്ഷണൽ പ്രിന്ററുകളും ഹാർഡ്വെയറുകളും നൽകും. പഞ്ചായത്ത് തലത്തിൽ 2 കമ്പ്യൂട്ടർ സിസ്റ്റവും, ജില്ലാ തലത്തിലും ബ്രാഞ്ച് തലത്തിലും 3 കമ്പ്യൂട്ടർ സംവിധാനങ്ങളും, സംസ്ഥാന തലത്തിൽ 25 കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ലഭ്യമാക്കും. ഈ പദ്ധതിക്കായി മൊത്തം 127 കോടി രൂപ ചിലവഴിക്കും. അതിന്റെ വിതരണം കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പിന്നെ ARDB എന്നിവയുടെ ഇടയിലായിരിക്കും. ഹാർഡ്വെയർ വാങ്ങുന്നതിനുള്ള തുകയുടെ 25% ARDBയും ബാക്കി വരുന്ന 75% തുക കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളും ചിലവഴിക്കും. പദ്ധതിക്ക് കീഴിൽ ARDBയുടെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ആവശ്യങ്ങളും ജീവനക്കാരുടെ പരിശീലനവും ശ്രദ്ധിക്കും. ഈ സ്കീം നടപ്പിലാക്കുന്നത് സഹകരണ സംവിധാനത്തിന്റെ പ്രവർത്തനവും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്തുക മാത്രമല്ല, ആളുകൾക്ക് ARDB ഓഫീസുകളുടെ സേവനം ശരിയായി പ്രയോജനപ്പെടുത്താനും കഴിയും. കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതോടെ ഭൂ ഉടമകൾക്ക് സൗകര്യം ലഭിക്കും, ജോലി വേഗത്തിൽ നടക്കും, വായ്പ ലഭിക്കാൻ വീണ്ടും വീണ്ടും ബാങ്ക് സന്ദർശിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഇടപാടുകളും വീട്ടിലിരുന്ന് പരിശോധിക്കും, പിന്നെ സമയലാഭവും ഉണ്ടാവും. എനിക്ക് ധാരാളം സമയം ലാഭിക്കാനും കഴിയും. പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇടപാടുകളുടെ ചിലവ് കുറയുകയും കർഷകർക്ക് വായ്പ ലഭിക്കാൻ എളുപ്പമാവുകയും ചെയ്യും. ഇത് ആദ്യമായാണ് ഏതെങ്കിലും സർക്കാർ ARDBയെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവർക്ക് നല്ലത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്, അവരുമായി ബന്ധപ്പെട്ട കർഷകർക്ക് നല്ലത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. ഒരു കർഷകന് തന്റെ ബാലൻസ് പരിശോധിച്ച് വീട്ടിലിരുന്ന് പോലും വായ്പ എടുക്കാം. ഇതെല്ലാം ഉണ്ടാകും. ഓൺലൈൻ ബാങ്കിംഗ് ഉണ്ടാകും, ക്ലിയർ ബാങ്കിംഗ് ഉണ്ടാകും. അതിനെ പ്യുവർ എന്നും ഷുവർ എന്നും വിളിക്കുന്നു. ഇത് കർഷകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. പിന്നെ കർഷകരോട് തട്ടിപ്പോ വിശ്വാസവഞ്ചനയോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നബാർഡ് വികസിപ്പിച്ചെടുത്ത ERP പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി ARDBകൾ, അതായത് കൃഷി ഗ്രാമവികസന ബാങ്കുകൾ എന്നിവ ഈ സംരംഭത്തിലൂടെ മാറും. അംഗങ്ങളായ കർഷകർക്ക് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ സഹകരണ സംഘങ്ങളെ കൂടുതൽ സമ്പന്നമാക്കുന്നതിനും ഇത് സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.